കാക്കയും പാമ്പും. ഒരു വലിയ കാട്. കാടിന്റെ നടുവിൽ ഒരു ഉയർന്ന പഴക്കം ചെന്ന വടവൃക്ഷം നിലകൊണ്ടിരുന്നു. ആ വൃക്ഷത്തിലെ ഏറ്റവും മുകളിലുള്ള കൊമ്പിൽ ഒരു ബുദ്ധിശാലിയായ കറുത്ത കാക്ക സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി താമസിച്ചിരുന്നു. കാക്ക കൊമ്പുകളും ഇലകളുമെല്ലാം ശേഖരിച്ചു സ്നേഹത്തോടും കരുതലോടും കൂടി ശക്തമായ ഒരു കൂട് പണിതു. അതിൽ മുട്ടകളിട്ടു. വെള്ളമുട്ടകൾ കൂടിനുള്ളിൽ സൂക്ഷിച്ചു വെച്ച് അടയിരുന്നു പോന്നു. പക്ഷെ താഴെ വൃക്ഷത്തിന്റെ അടിഭാഗത്തെ ഇരുണ്ടിരുണ്ട കുഴിയിൽ ഒളിച്ച് ഒരു അപകടം ഒളിച്ചിരിക്കുന്നത് കാക്ക അറിഞ്ഞില്ല. ഒരു ദിവസം ഭക്ഷണം കണ്ടെത്താനായി കാക്ക കൂടുവിട്ട് പറന്നു. കാക്ക പോയുടൻ വിശന്നിരുന്ന ഒരു പാമ്പ് അതിന്റെ ഒളിത്താവളത്തിൽ നിന്ന് പതുക്കെ പുറത്തു വന്നു. അത് ശബ്ദമില്ലാതെ വൃക്ഷത്തിൽ കയറി കൂടിനടുത്തേക്ക് നീങ്ങി. ആ പാമ്പ് കൂട്ടിലെത്തി. പാമ്പ് മുട്ടകളെ മുഴുവൻ വിഴുങ്ങി. ഒന്നും അവശേഷിച്ചില്ല. കാക്ക തിരികെ എത്തിയപ്പോൾ ശൂന്യമായ കൂട് കണ്ട് ഞെട്ടി നിൽക്കുകയായിരുന്നു. ദുഃഖത്തിലും വേദനയിലും കാക്ക കരഞ്ഞു. കുറച്ച് നാളുകൾക്ക് ശേഷം കാക്ക ധൈര്യം ശേഖരിച്ച് വീണ്ടും മുട്ടകളിട്ടു. ഈ സമയം കാക്ക പകലും രാത്രിയും ജാഗ്രതയോടെ കൂടിനെ കാത്തുപോന്നു. എന്നാൽ ഒരു ചെറിയ നിമിഷം പോലും വിട്ടുനിൽക്കുന്നത് അപകടത്തിന് കാരണമാകുമായിരുന്നു. പാമ്പ് വീണ്ടും വൃക്ഷത്തിൽ കയറി കരുണയില്ലാതെ മുട്ടകൾ തിന്നു. കാക്ക നിരാശയിലും അശക്തിയിലും മുങ്ങി. എന്ത് ചെയ്യണമെന്നറിയാതെ സഹായം തേടി അടുത്തുള്ള ഒരു ബുദ്ധിമാനായ കുറുക്കനെ കാണാൻ കാക്ക ചെന്നു. കാക്കയുടെ ദുഃഖവും ഭയവും ശ്രദ്ധയോടെ കേട്ട കുറുക്കൻ ശാന്തമായി ചിരിച്ചുകൊണ്ട് ഒരു ചാതുര്യപൂർണമായ പദ്ധതി ആസൂത്രണം ചെയ്തു. കുറുക്കന്റെ ഉപദേശം വിശ്വസിച്ച് കാക്ക അടുത്തുള്ള ഒരു ഗ്രാമത്തിലേക്ക് പറന്നു. ഒരു നദിയുടെ സമീപത്ത് ഒരു തിളങ്ങുന്ന സ്വർണമാല കാക്കയുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. കാക്ക അതിനെ തന്റെ കൊക്കിൽ പിടിച്ചു പറന്നു. ഇത് കണ്ട ഗ്രാമവാസി വിളിച്ചുകൂവി കാക്കയെ പിന്തുടർന്നു. കാക്ക നേരെ തിരിച്ചു വന്ന് പാമ്പിന്റെ കുഴിയുടെ സമീപത്ത് മാല വെച്ചു. തിളങ്ങുന്ന വസ്തുവിൽ ആകർഷിതനായ പാമ്പ് പുറത്തേക്ക് വന്നു. ഗ്രാമവാസികൾ പാമ്പിനെ കണ്ടു. സ്വയം സംരക്ഷിക്കാനായി അതിനെ ആക്രമിച്ചു. ഇങ്ങനെ അപകടം അവസാനിച്ചാനിച്ചു. കാട്ടിൽ വീണ്ടും സമാധാനം മടങ്ങി. കാക്ക വീണ്ടും മുട്ടകൾ വെച്ചു. ഈ പ്രാവശ്യം അവ സുരക്ഷിതമായിരുന്നു. മുട്ടകൾ വിരിഞ്ഞു. കാക്ക സന്തോഷത്തോടെ ജീവിച്ചു. കഥയുടെ പാഠം: ബുദ്ധി ശക്തിയേക്കാൾ ശക്തമാണ്.